ഹരേ കൃഷ്ണ, നമസ്തേ. നവഗ്രഹങ്ങളിൽ സുഖഭോഗങ്ങൾ നൽകുന്ന ഗ്രഹം ശുക്രനാണ്. ശുക്രൻ്റെ അതിദേവത മഹാലക്ഷ്മിയാണ്. അപ്പോൾ മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷത്തിൽ കൂടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ധനധാന്യാദികൾ, സുഖഭോഗങ്ങൾ എല്ലാം നമുക്കുണ്ടാവണത്. അപ്പോൾ നമുക്ക് ധനം ഉണ്ടാവണമെങ്കിൽ, നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കണമെങ്കിൽ മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാവണം. നാളെ മഹാലക്ഷ്മി ജയന്തിയാണ്. പാലാഴി മഥനവേളയിൽ ഭഗവതി ഉത്ഭവിച്ച ദിവസമാണ് മഹാലക്ഷ്മി ജയന്തിയായി കണക്കാക്കുന്നത്. ഫാൽഗുണ മാസത്തിലെ പൗർണമി ദിവസത്തിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് ആചാര്യന്മാർ പറയണത്. അപ്പോൾ ഈ ദിവസം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ധനം ആകർഷിക്കാൻ, സുഖ സൗകര്യങ്ങൾ ആകർഷിക്കാൻ, നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ആദ്യത്തേത്, വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായിട്ടും നിങ്ങൾ വ്രതം അനുഷ്ഠിക്കണം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ദിവസം വെളുത്ത വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. വൈറ്റ് ഡ്രസ്സ് ഇടുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദേവീ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് ഭഗവതിയെ അലങ്കരിക്കുക, ഭഗവതിക്ക് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത്, പൂജാമുറിയിൽ ഭഗവതിയെ അലങ്കരിച്ച് പൂജ ചെയ്യണ സമയത്ത് 5 കൂട്ടം നിവേദ്യം ഭഗവതിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡാവാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, 5 തരത്തിലുള്ള ഫ്രൂട്ട്സ് ഭഗവതിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന ദാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ പശുക്കൾക്ക് ഇന്ന് മധുരം ദാനമായി നൽകുന്നത്, ശർക്കരയോ അല്ലെങ്കിൽ പായസമോ ഉണ്ടാക്കി പശുക്കൾക്ക് നൽകുന്നത് ഏറ്റവും വലിയ ദാനമായിട്ട് കണക്കാക്കപ്പെടുന്നു. നാളത്തെ ദിവസം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഭഗവതിയെ ഉപാസിച്ചുകൊണ്ട് വ്രതം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം ഭഗവതി നൽകുന്നതാണ്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.